Sundari. Break the beauty standards set by the society. എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഈവൻ ഡിഫീറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ യു ക്യാൻ വിൻ ദ വേൾഡ്. നിങ്ങൾ പല ഷെയ്ഡ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വീട്ടിലൊരുപ്പുണ്ട്. വീട്ടിലെ പിള്ളേർക്ക് പല ഷെയ്ഡാണ്. ഈ പിങ്കിൽ തന്നെ 6-7 പിങ്ക് അല്ലേ? ഇന്ന് വരെ ഈ പ്രായത്തിനിടയിൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് തോന്നിയിട്ടുണ്ടോ? അടുത്തിടയ്ക്ക് തോന്നി തുടങ്ങി. അതിനുള്ള സാഹചര്യം പറ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ തോന്നി തുടങ്ങി. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. നമസ്കാരം കൊച്ചി. അയ്യോ, എനിക്ക് നല്ലൊരു നമസ്കാരം കേൾക്കാമോ? നമസ്കാരം. അവിടെ നിന്നൊക്കെ ഇത്രയൊക്കെ മതി എന്നൊക്കെ പറയുന്നു. ഓക്കെ, സോ എ വെരി ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ഡാസ്ലർ സൂപ്പർ സുന്ദരി ഇവന്റ് പാർട്ട്ണർ ലെറ്റ്സ് വാണ്ട് എ യുണീക് സിഗ്നേച്ചർ fashion partner Gibby's fashion venue partner Center Square Mall Kochi. So ladies and gentlemen, കുറച്ച് മണിക്കൂറുകളായിട്ട് നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ നേരമായി കുറേ പേര് ഒരുങ്ങി നിൽക്കുന്നു, കുറേ പേര് അങ്ങോട്ടേക്ക് നടക്കുന്നു, ഇങ്ങോട്ടേക്ക് നടക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ആ ഒരു മൊമെന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. യെസ്, സൂപ്പർ സുന്ദരി മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ഞങ്ങളുടെ ഈ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് ഫോർ us. കാരണം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ചരിത്രത്തിൽ ഒട്ടനവധി സെലിബ്രിറ്റി ഇവന്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് അവർ ഫസ്റ്റ് ടൈം ഭയങ്കര സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സൂപ്പർ സുന്ദരി എന്ന ഈ ഒരു പ്രോഗ്രാം we all are witnessing celebration of beauty and culmination of intelligence. So ladies and gentlemen, once again I welcome each and everyone onto this grand, great and splendid milestone makers presents Dazzler Super Sundari event partner let's want a unique signature fashion partner Gibby's fashion and venue partner Center Square Mall Kochi. So audience, nalloru kayyadi enakku kelkamo? Come on. 1000+ ആപ്ലിക്കേഷനിൽ നിന്നും പല ടൈപ്പിലുള്ള സ്ക്രീനിങ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചുരുക്കിയിരിക്കുന്നത് 15 സൂപ്പർ സുന്ദരിമാരാണ് ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നത്. ആക്ച്വലി ആ 15 പേരാണ് ഇന്നത്തെ ആ സ്റ്റാർസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അവരാണ് ഈ വേദി തകർക്കാനായിട്ട് വരുന്നത്. ഒപ്പം അവരെ കൂടാതെ തന്നെ കുറേ സെലിബ്രിറ്റി ഗസ്റ്റുകൾ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുകയാണ്. സോ അവർക്കൊരു നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടി. 3 റൗണ്ട്സ് ആയിട്ടാണ് ഈ ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ 3 റൗണ്ട്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ഒരു ദിവസം കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കാനായിട്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്റ്റീംഡ് ഗസ്റ്റുകൾ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പല വേദികളിലും പല സംരംഭത്തിലൂടെയും പല കഴിവുകളിലൂടെയും ഇവർ ഓരോരുത്തരും നമുക്ക് മുന്നിൽ കഴിവ് തെളിയിച്ചവരാണ്. സോ അവരെ ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. ഇവർക്കൊന്നും ഇൻട്രൊഡക്ഷൻ്റെ ഒരു ആവശ്യമില്ല, എന്നാലും ആസ് എ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ 1 by 1 നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റൈൽ പ്ലസ് പേഴ്സണാലിറ്റി ഈ 2 കാറ്റഗറിയിലായിട്ടായിരിക്കും അവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് സ്റ്റൈൽ പാർട്ട്ണർ ജഡ്ജസും ഉണ്ടാവും ആൻഡ് വി ഹാവ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ജഡ്ജസും ഉണ്ടാവും. അങ്ങനെ 2 കാറ്റഗറി വൈസ് ആയിരിക്കും ജഡ്ജസ് മാർക്ക് ഇടാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് ഒട്ടനവധി സിനിമകളിലൂടെയും മോഡലിംഗ് ഷോസിലൂടെയും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമുക്കെല്ലാവർക്കും സുപരിചിതമായ ദ വൺ ആൻഡ് ഓൺലി വെരി ടാലന്റഡ് ആക്ട്രസ് നേഹ സക്സീനയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് നേഹനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സൂപ്പർ സുന്ദരി എന്ന് നോക്കുമ്പോൾ മാം വന്നിരിക്കുന്ന കാറ്റഗറി മാർക്ക് ഇടാൻ വന്ന ജഡ്ജിങ് പാനൽ സ്റ്റൈലിംഗ് ആണ്. സോ മാമിനെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഓരോ ഇവൻറ്റിലും മാം ചൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു എക്സ്പെക്റ്റേഷൻസ് ആക്ച്വലി എന്തൊക്കെയാണ് മാമിൻ്റെ?
ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മലയാളം സംസാരിക്കാൻ കൂടുതൽ അറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഞാൻ ഒരുപാട് ഫാഷൻ ഷോസ്, ബ്യൂട്ടി പേജസ് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ദ മോസ്റ്റ് കോമൺ തിങ് ഇസ് ദേ ആർ ഓൾവേസ് ജഡ്ജ്ഡ് ഓൺ ബേസിസ് ഓഫ് ദ ബ്യൂട്ടി. പക്ഷേ ഇവിടെ കുറച്ച് യുണീക്ക് എലിമെൻ്റ് ആണ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ, beauty with intelligence. We are going to judge them on basis of their ability, not on the basis of beauty. നമുക്ക് അതാണ് ആ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ദ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ബൈ ദി സൊസൈറ്റി. We always judge a person on basis how they look, what kind of makeup they have put on, what kind of costume they are wearing, but we are not bothered about their character, about their potential, about their ability, about their intelligence. So today, I think it's going to be really exciting to judge them on basis of that. So I wish everybody all the very best. Looking forward to a wonderful evening tonight. Thank you. Thank you, ma'am. Thank you so much. Thank you. Next, ഞാൻ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. നമ്മുടെ വീട്ടിലത്തെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ അനുജൻ അല്ലെങ്കിൽ ഒരു കൊച്ച് എന്നായിരിക്കും ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. ഒരുപാട് സ്റ്റേജസിലൂടെ ഇങ്ങനെ റാമ്പ് എല്ലാം ചെയ്ത് അങ്ങനെ ഒരു ടാഗ് ലൈൻ നേടിയിട്ടാണ് ആൾ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, put your hands together and welcome Mr. ഷിയാസ് കരീം. പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി, അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ തന്നെയാ. ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഞാനാന്ന് മനസ്സിലായി. കാരണം എനിക്കിപ്പോ ചേട്ടനാവാനുള്ള പ്രായമായി. ഞാൻ പറയായിരുന്നു, അനിയനും കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഷിയാസിക ഇപ്പൊ ഒരുപാട് ഫാഷൻ ഷോ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ? കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ റാമ്പും ഈ ലൈറ്റ്സ് എല്ലാം കണ്ടിട്ട് തന്നെയാണ്. ഒരുപാട് ആദ്യം എനിക്ക് ഈ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ എന്റെ കൈയും കാലം കിടന്ന് വിറയ്ക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ മാറി. അതെ, ഇപ്പൊ ഇവര് വന്നപ്പോ ഞാൻ ആലോചിച്ചു, പണ്ട് ഞാൻ ഇതുപോലെ തന്നെ കുറെ ബ്യൂട്ടി പേജന്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ തോറ്റ് തുന്നം പാടി ഒരു പ്രൈസും കിട്ടാതെ ബാക്ക് സ്റ്റേജിൽ ഇരുന്ന് കുറ്റം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാര്യം എന്നേക്കാൾ ഓപ്പർച്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ എന്നേക്കാൾ നല്ല ടാലന്റ് ഉള്ളവനെ കുറ്റം പറഞ്ഞിരുന്ന് അത് വിഷമം കൊണ്ടാണ്. എൻ്റെ ഒരു നമ്മുടെ സ്വാഭാവിക മലയാളികളല്ലേ, അതാണ്. സോ ഷിയാസിക, ഈ സൂപ്പർ സുന്ദരി എന്ന ഈ ഒരു നെയിം തന്നെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് ഫാഷൻ ഷോയുടെ ജഡ്ജിങ് പാനലിലും ഇരുന്നിട്ടുണ്ട് അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്ന എല്ലാ ആളുകളും ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ 6-7 പേരുന്ന ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടാലന്റ് ഉള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ജയിക്കും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാർക്ക് കുറച്ചിടാനും അല്ലെങ്കിൽ കൂട്ടിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജഡ്ജ്മെന്റ് ഏറ്റവും ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ജഡ്ജ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ജഡ്ജസിൻ്റെ മേത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫാഷൻ ഇവന്റുകൾ പോകുന്നത്. ഈ ഷോ എങ്കിലും വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ അവസാനിക്കട്ടെ. ജഡ്ജ്മെന്റ് വളരെ കറക്റ്റ് ആളുകൾ കിട്ടട്ടെ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഇവിടെ ഓഡിയൻസ് എല്ലാവരും ഫസ്റ്റ് റൗണ്ട് തൊട്ട് കാണാൻ പോകുന്നതാണ്. അപ്പൊ ഇവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പൊ ഓക്കെ ഷിയാസിക, താങ്ക് യു സോ മച്ച്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നെക്സ്റ്റ് ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഹീസ് അവർ ഓൾ റൗണ്ടർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആർച്ചാണെന്ന് ചോദിച്ചാൽ യെസ്, മോട്ടിവേറ്റർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ചെറിയ സൈഡിൽ കൂടെ ആക്ടിങ്ങും വശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏറെ സന്തോഷത്തോടെ ഞാൻ വിളിക്കുന്നു മിസ്റ്റർ കിടിലം ഫിറോസ്. നമസ്കാരം. അല്ല, എനിക്കിത് പോരാ. ഞാൻ 5 മണിക്കൂർ വണ്ടി ഓടിച്ച് അലമ്പി വന്ന് നിൽക്കുകയാണ്. നമസ്കാരം. കൊച്ചിയുടെ ബഹളം ഇതല്ല. നമസ്കാരം ഒന്ന് കൂവിയാ കേക്കട്ടെ. ഇനി ആ എനർജിയിലൊന്ന് കൈയടിച്ചേ. ഈ പറഞ്ഞോളൂണ്ടല്ലോ, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ വേദിയിൽ വരാനിരിക്കുന്ന മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളാണ്. പണ്ട് ഈ വേദിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഷിയാസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വേദിയിൽ വരുമ്പം നമ്മൾ ഭയങ്കര പാനിക്കാവും. നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മൾ പറയുന്നത് നിങ്ങളിലേക്ക് കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് കാണാനും പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് ആകെ അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കയ്യടി മാത്രമാണ്. ഇതുവരെ ഇവിടെ നടന്നതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കയ്യടിയും കൂടി തായോ. ബാക്കി ഞാൻ മിണ്ടട്ടെ. ഇവിടെ ഇന്ന് ഈ വേദിയിൽ ബാഹ്യ സൗന്ദര്യത്തിനെ അല്ല
കണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് അറിവ്. അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ലോകത്ത് അതിൻ്റെ മാത്രം വിപണി കണ്ടെത്തുന്ന ഒരു മഹാലോകത്ത് അങ്ങനെ അല്ലാത്തൊരു ഈവെന്റിൽ പങ്കെടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങ് പോകുന്നത്. എല്ലാ ആശംസകളും നേരെയാണ്. ഇത് എനിക്കും ജഡ്ജ് ചെയ്യാൻ അറിയില്ല. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന കുട്ടികളുടെ ടാലന്റ് എന്നൊക്കെ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെയും മുമ്പിലുള്ളത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. 15ാമത്തെ വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ പോകുന്ന 2 തരുണീമണികളുടെ ഇരട്ട പെൺകുട്ടികളുടെ തന്തയായതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് ഇവരെ ജഡ്ജ് ചെയ്യാൻ ഒരിച്ചിരി പേടിയുണ്ട്. ഇതൊക്കെ ഇരുന്ന് കാണും. പ്രത്യേകിച്ച് ഈ ചാനൽ കൃത്യമായി എനിക്കുണ്ടാകുന്ന പിഴവുകൾ വീട്ടിൽ എണ്ണി ചോദിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പരമാവധി ഞാൻ ശ്രമിക്കാം. എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുണ്ട്. ഇക്കടെ മനസ്സിലെ സൂപ്പർ സുന്ദരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആരുടെ മുഖം അല്ലെങ്കിൽ എന്തായിരിക്കും? എന്നെ ഇംപ്രസ് ചെയ്യുന്ന ഒരു സുന്ദരിയായ സ്ത്രീ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുവളാണ്. ആകാശത്തിന് കീഴിലെ സകലമാന വിഷയങ്ങളെയും കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പക്ഷേ ഞാൻ അറിയാതെ, എന്നെപ്പോലെ ഒരുപാട് പുരുഷന്മാരറിയാതെ മൂക്കും കുത്തി വീണുപോകും. ഒരു സ്ത്രീയോട് ബഹുമാനം തോന്നാനുള്ളൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നുവരെയും അതിൻ്റെ ഒരു മേക്കപ്പ് എലമെൻറ്റിനോ, നിങ്ങൾ ഈ പറയുമല്ലോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ, എൻ്റെ ഉമ്മ സത്യം എനിക്ക് ഇതുവരെ അത് അറിഞ്ഞുകൂടാ. നിങ്ങൾ പല ഷെയ്ഡ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വീട്ടിലൊരുപ്പുണ്ട്. വീട്ടിൽ പിള്ളേർക്ക് പല ഷെയ്ഡാണ്. ഈ പിങ്കിൽ തന്നെ 6-7 പിങ്ക് അല്ലേ, പിന്നെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ പലതുണ്ട്. ബ്ലാക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. ഇന്ന് വരെ ഈ പ്രായത്തിനിടയിൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് തോന്നിയിട്ടുണ്ടോ? സത്യമായിട്ട് പറയണം. അടുത്തിടയ്ക്ക് തോന്നി തുടങ്ങി. അതിനുള്ള സാഹചര്യം പറ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് തോന്നി തുടങ്ങി. എനിക്കിപ്പോഴും തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറിയാം, ചിലപ്പോൾ അത് എൻ്റെ അറിവുകേടായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല. ഇതിന്റെ വില ഇവരെങ്ങനെ ജഡ്ജ് ചെയ്യുന്നോ, ഇതിന്റെ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നോ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സംഗതി കൊണ്ടുതിരിയും. ഒരു സ്ത്രീയോട് ഒരു 30 സെക്കൻഡ് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ നമ്മളോട് നമുക്ക് ഇങ്ങോട്ട് പകർന്നു തരുന്ന അറിവുകൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാണ്ട് അവരോട് റെസ്പെക്ട് തോന്നും. ആ റെസ്പെക്ട് ആണെന്ന് തോന്നുന്നു എന്നെ സംബന്ധിച്ച് സൂപ്പർ സുന്ദരി എന്ന് പറയുന്നത്. ഞാനിവിടെ ഉണ്ടാവും. എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് തീർച്ചയായിട്ടും. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നെക്സ്റ്റ് സൂപ്പർ സുന്ദരി എന്ന ഈ ഒരു ടാഗിന് കറക്റ്റായിട്ട് ഡെഫിനിഷൻ പറയാൻ പറ്റുന്ന ഒരാളെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നത്. വിത്ത് മച്ച് റെസ്പെക്ട് ആൻഡ് ഗ്രേറ്റ് ഹാപ്പിനെസ്, ലെറ്റ് മീ ഇൻവൈറ്റ് രഞ്ജിനി മേനോൻ. Yes, welcome to Super Sundari, ma'am. Thank you, Kanna. This is a great opportunity for me. Yes. After a long time comeback ആണിത്. അതെ, ഞങ്ങൾ മാമിനെ ചൂസ് ചെയ്യാൻ കാരണം ഒരുപാട് റിയാലിറ്റി ഷോസിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫാഷൻ പേജിലൊക്കെ ജഡ്ജിങ് പാനലിൽ ഇരുന്നിട്ടുണ്ട്, അവതാരികയായിട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ, റിയാലിറ്റി ഷോസിലൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഈ സൂപ്പർ സുന്ദരി വെക്കുവാണെങ്കിൽ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹെഡ്ലൈന് കറക്റ്റ് ഡെഫിനിഷൻ പറയാൻ പറ്റുന്ന ഒരാളെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സോ വി ചൂസ് രഞ്ജിനി മേനോൻ. സോ ചേച്ചി, മാം പറ, എന്താണ് ആക്ച്വലി സൂപ്പർ സുന്ദരി ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മാം പറയാൻ പോകുന്നത്? എന്നെ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഞാൻ കൂടി ജഡ്ജ് ചെയ്ത മിസ് കേരള കോൺടെസ്റ്റിലെ മിസ് ടാലന്റഡ് ആണ് ഇന്നത്തെ വൺ ഓഫ് അവർ ജഡ്ജ്, ഞങ്ങളുടെ സ്വന്തം രമ്യ ചേച്ചി. അപ്പോൾ ആ വേ ബാക്ക് ഇൻ 2000 മിസ് കേരള കോൺടെസ്റ്റിൽ നോവ കൃഷ്ണൻ മിസ് കേരളയായപ്പോൾ മിസ് ടാലന്റഡ് ആയിരുന്ന വ്യക്തിയാണ് ഇന്ന് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതും പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാനാണ് രമ്യ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സൂപ്പർ സുന്ദരി എന്നുള്ളത്. ഷീ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. രമ്യ ചേച്ചിക്ക് നല്ലൊരു കയ്യടി പോരട്ടെ. ഇനി മറ്റൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം I am 100% sure that I am not that good looking. I am short. My voice is not that good. ഇതൊക്കെ ഏഷ്യാനെറ്റിൻ്റെ തുടക്കകാലത്ത്, ഫിറോസ് ഞങ്ങൾ ഏഷ്യാനെറ്റ് കുടുംബാംഗമാണ്. ഏഷ്യാനെറ്റിൻ്റെ തുടക്കകാലത്ത് ആങ്കറിങ്ങിന് എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം റിജക്റ്റ് ചെയ്യുമായിരുന്നു, ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ കുഴപ്പമായിരുന്നു എന്നോട് പറഞ്ഞത് ഹൈറ്റ് ഇല്ല, ഞാൻ 5 അടി 2 ഇഞ്ചേ ഉള്ളൂ, ഹൈറ്റ് ഇല്ല. മൂന്നാമത് പറഞ്ഞത് പ്രായമില്ല, മെച്യൂരിറ്റി ഇല്ല. പക്ഷെ ആ ട്രെൻഡൊക്കെ നമ്മൾ പൊളിച്ചെഴുതി. ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പ്രായം, കാഴ്ച, സൗന്ദര്യം, ശബ്ദം ഇതൊന്നുമല്ല ഒരു വ്യക്തിത്വത്തെ, ഒരു ഐഡൻറ്റിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആളുകൾ അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന അഫ്രിൻ, ഒരു വലിയ കയ്യടി കൊടുക്കണം അഫ്രിന്. സ്പെഷ്യൽ ചൈൽഡ് എന്നുള്ള നിലയിൽ ഇങ്ങനൊരു കോൺടെസ്റ്റ്, ഇതുപോലെയുള്ള പല കോൺടെസ്റ്റിൽ പോയി
ഇനി രാഷ്ട്രപതിയുടെ വരെ അംഗീകാരത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അഫ്രിൻ പോലെയുള്ളവരാണ് സൗന്ദര്യം, അതായത് മനസ്സിൻ്റെ സൗന്ദര്യം. ഫിറോസ് പറഞ്ഞതുപോലെ ബാഹ്യമായ സൗന്ദര്യത്തിൽ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള, എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള, ഈവൻ ഡിഫീറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ യു ക്യാൻ വിൻ ദ വേൾഡ്. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തും. അപ്പോൾ ശബ്ദം കൊള്ളില്ല, സൗന്ദര്യം പോരാ, പൊക്കമില്ല, മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെക്കാൾ മിടുക്കികളും മിടുക്കരുമായിട്ടുള്ള എത്രയോ പേർക്ക് ഈ ലോകത്തിൻ്റെ മുന്നിൽ എല്ലാം തുറന്നു വച്ചിരിക്കുകയാണ്. മൂവ് ഫോർവേഡ്, എന്തും വരട്ടെ എന്ന് വിചാരിച്ച്. So build the confidence. Okay, and ma'am. congratulations to you, Kenna. Thank you. I'm a big fan of you Thank for all you, your ma'am. interviews. Thank you, ma'am. Thank you so So much. thank you all. അപ്പോൾ നല്ലൊരു കയ്യടി കൊടുക്കാം രഞ്ജിനി മാമിന്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ആ ഒരു ഫാഷനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലാണെങ്കിൽ കൂടി പുറത്തുനിന്നൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എവരെയും പ്രിയപ്പെട്ട നിങ്ങളുടെ സ്വന്തം അഭിഷേക് ജയദീപ്. ഹലോ അഭിഷേക്, വെൽക്കം ടു സൂപ്പർ സുന്ദരി. ഞാൻ ഈ അഭിഷേകിനെ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫീഡ്സ് ഒക്കെ നോക്കുമ്പോൾ ഫാഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അഭിഷേകിന്റെ ഏറ്റവും വലിയ, ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ, കോൺഫിഡൻസ് ലെവൽ അപാരമാണ്. ഏത് അച്ചേറും ഇട്ട് പ്രസന്റബിൾ ആകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ബട്ട് യു ഹാവ് ദാറ്റ്. ആക്ച്വലി കോൺഫിഡൻസ് ഇത്തിരി കുറവാണ്. യൂഷ്വലി ഞാൻ എപ്പോഴും കുറച്ച് ടൈറ്റ് ഫിറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇടാത്തത്. അപ്പൊ പറഞ്ഞു ഇന്നെങ്കിലും ഒന്ന് വെറൈറ്റി ആയി കുറച്ചൊന്ന് ലൂസ് ഫിറ്റിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസ് പുറത്തെടുക്കുന്നത്. ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ എല്ലാരെയും കണ്ടപ്പോ കോൺഫിഡൻസ് ഉണ്ട്. ഇത്ര പേരുണ്ട്, എല്ലാരും ഇതുവരെ ആരും കളിയാക്കിയിട്ടില്ല, അതുകൊണ്ട് നിൽക്കുന്നു. അപ്പം എത്രത്തോളം എക്സൈറ്റഡ് ആണ് അഭിഷേക് ഈ ഒരു സൂപ്പർ സുന്ദരി? ഇനിയിപ്പം റൗണ്ട്സ് ഒക്കെ വരാൻ പോവുകയാണ്. ഹൗ എക്സൈറ്റഡ് യു ആർ? സൂപ്പർ സുന്ദരിയിലേക്ക് ആദ്യം അപ്പു വിളിച്ചപ്പോ നമ്മൾ കുറെ പേജൻസ് ഓൾറെഡി ഷിയാസക്കയോടൊപ്പം തന്നെ കുറെ പേജൻസിൽ നമ്മൾ ജഡ്ജസ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ബാഹ്യ സൗന്ദര്യത്തിന് പുറമെ എങ്ങനെയാണ് അവരുടെ ഒരു ഇന്നർ ബ്യൂട്ടി, അല്ലെങ്കിൽ എങ്ങനെ കോൺഫിഡൻസിൽ അവരെ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഷോ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെലിബ്രേറ്റിംഗ് വുമൺ എന്നാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ പങ്കെടുക്കാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ രഞ്ജിനി മാമിനെ കണ്ടപ്പോൾ, ഞാൻ പണ്ട് മുതലേ ടി വിയിൽ ഫോളോ ചെയ്യാറുണ്ട് മാമിൻ്റെ ഇൻ്റർവ്യൂസ് ആയാലും ആ ടോക്സ് ആയാലും. അപ്പോൾ ഭയങ്കര എനിക്ക് തോന്നുന്നു സൂപ്പർ സുന്ദരി എന്ന് പറയുന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. സൗന്ദര്യവും അതിൻ്റെ ഒപ്പം തന്നെ അത്രയും നോളജ് ഉള്ള ഒരു മാം ഇവിടെ ഉള്ളത്. സോ യാ. ആൻഡ് ഒരു കാര്യം കൂടി, ഇത് ഷോയില് ജഡ്ജ് ചെയ്യുന്നവരോട് അവരെങ്ങനെ വാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ്, അതിനുപരി അവരെ എത്ര യുണീക്കായിട്ട് അവരെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം, ഇപ്പോൾ 250 രൂപയുടെ ഡ്രസ്സ് ഇട്ടാലും ഒരു ഗുച്ചി അല്ലെങ്കിൽ ഒരു പ്രാഡയുടെ ഡ്രസ്സ് ഇട്ടാലും അത് നമ്മൾ എങ്ങനെ കോൺഫിഡൻസിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അത്രയും കോൺഫിഡൻസ് ഉള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെ വിന്നർ ആവട്ടെ. താങ്ക് യു അഭിഷേക്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായിട്ട് ലാസ്റ്റ് ജഡ്ജിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഫസ്റ്റ് റൗണ്ട് ജഡ്ജിങ് പാനൽ ജഡ്ജ് ചെയ്യാനായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ 15 കണ്ടസ്റ്റന്റിന്റെ ഒപ്പം ഫ്രം ദ ബിഗിനിങ് ടു ഇപ്പോൾ ഈ തൊട്ട് നിമിഷം വരെ ഇവരുടെ ഒപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ എന്താ പറയുക, ഒരു സ്വകാര്യ അഹങ്കാരം, സ്വകാര്യ സ്വത്തെന്നൊക്കെ പറയാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എന്ത് ഇവന്റ് ഉണ്ടായിക്കോ അവിടെ ഞങ്ങളുടെ ഈ ഒരു മുഖം എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ എന്താ പറയുക, ഒരു സ്വകാര്യ അഹങ്കാരമാണ്. നിങ്ങളെല്ലാവരും വളരെ കുട്ടിക്കാലം മുതലേ അതെ ഷിയാസിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊന്ന് ജനിച്ചിട്ടില്ല. ഓക്കെ, അത്രയും കുട്ടിക്കാലം മുന്നേ നമ്മൾ ടെലിവിഷനിലൂടെ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ കൂടെ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോഴും അതേപോലെ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളുടെ സ്വന്തം മൈൽ സ്റ്റോൺ ഫാമിലി മേക്കേഴ്സിന്റെ സ്വന്തം രമ്യ നിഖിൽ. ചേച്ചി, ഷിയാസിക്ക് വരെ എവിടെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും രമ്യ ആ പഴയ ആങ്കർ, അയ്യോ അതിനെ കാണാൻ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് എന്നാണ് എല്ലാരും പറയുന്നത്. പറഞ്ഞു കൊടുക്കുക എന്താ കണ്ട അത്രയും പ്രായം തോന്നോ എല്ലാരും പഴയ ആങ്കർ
ഞാനൊരു 23 years ആയിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതലേ ആങ്കറിങ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണു. 23 years ആയിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതെ, രമ്യ ചേച്ചി ഫ്രം ദി ഇന്റേണൽ തൊട്ട് അവരുടെ ഗ്രൂമിങ് സെഷൻ അല്ലെങ്കിൽ അവരുടെ മെന്ററിങ് സെക്ഷനിലെല്ലാം രമ്യ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഈ ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഒരു കുറച്ച് മാസങ്ങളായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. സൂപ്പർ സുന്ദരി ഇതിലെ ഒരു ദ ബെസ്റ്റ് സുന്ദരീനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളുടെ ഒക്കെ നമുക്ക് വന്നിരുന്ന ആപ്ലിക്കേഷൻ. അതിൽ നിന്നും വളരെ ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് ഓരോ ലെവലിൽ നിന്നും ഓരോരോ കുട്ടികളെ ഇങ്ങനെ മാറ്റാനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളിതൊരു എത്രയെന്ന് പറഞ്ഞാലും ഇതൊരു കോൺടെസ്റ്റാണ്. നമ്മൾ ഫൈനലിലേക്ക് എത്തിയേ പറ്റൂ, കുറച്ച് പേരിലേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് ലാസ്റ്റ് 15 കണ്ടസ്റ്റൻസുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ അധികം സംസാരിക്കേണ്ട ഒരാളല്ല ഇപ്പോൾ, കാരണം ബീങ് എ മൈൽ സ്റ്റോൺ ഫാമിലി എന്നുള്ള രീതിയിൽ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് ഞാനുമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണത് നമ്മുടെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഇവിടെ വരാൻ പോകുന്ന 15 കണ്ടസ്റ്റൻസും സൂപ്പർ സുന്ദരിമാർ തന്നെയാണ്. ആ സൂപ്പർ സുന്ദരിമാരെ നമുക്ക് നല്ല രീതിയിൽ വെൽക്കം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കൊടുത്ത് അവരിലെ ബെസ്റ്റ് ഒരു പെർഫോമൻസ് അവരിന്ന് ഇവിടെ കാഴ്ചവെക്കാൻ അവർക്ക് പറ്റട്ടെ വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു രമ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് നെക്സ്റ്റ് ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫാമിലി മെമ്പർ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഷോയുടെ ഈ വ്യക്തിയും. എന്താ പറയുക, ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഉണ്ടായിരുന്നതാണ്. മെൻറ്ററിങ് സ്റ്റേജിൽ നല്ല കിഡുവായിട്ടാണ് അവരെ മെൻറ്റർ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ മെൻറ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അനുപ്രിയ ചേച്ചി. മെൻറ്ററിങ് സെഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അനുപ്രിയ ചേച്ചിയായിരുന്നു. അപ്പം എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ ഈ 15 സൂപ്പർ സുന്ദരിമാർ? നമ്മളെ സുന്ദരിമാരെല്ലാം നല്ല സൂപ്പർ സുന്ദരിമാരാണ്. അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിസന്ധികളെ നമ്മൾ ഏത് രീതിയിൽ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്കൊരുപാട് സ്കിൽസ് ഉണ്ടായിരിക്കും. ആ സ്കിൽസ് കൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ നേട്ടങ്ങൾക്കിടയിൽ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രതിസന്ധികൾ ഏൽക്കുമ്പോൾ ചിലരൊക്കെ തളർന്നു പോകും, ചിലവരൊക്കെ ഇതുപോലെ സൂപ്പർ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും, ചിലവരൊക്കെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ സാധിക്കാതെ ഉഴപ്പി മടിപിടിച്ച ഒരു മൂലയിലിരിക്കും. അത്തരം സന്ദർഭങ്ങളൊക്കെ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്രയൊക്കെ ഉഴപ്പി മടിപിടിച്ച ഒരു മൂലയിലിരുന്നാലും അങ്ങനെ ഇരിക്കാൻ ദൈവം ഒരിക്കലും എന്നെ സമ്മതിച്ചിട്ടില്ല. എന്നെ എങ്ങനെ ശല്യം ചെയ്ത് പ്രതിസന്ധികൾ ഇങ്ങനെ വാതോരാതെ എനിക്കിങ്ങനെ ഇട്ട് പരാജയങ്ങൾ എനിക്കിങ്ങനെ തന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഓരോ പരാജയങ്ങൾ വരുമ്പോഴും ഇനി എനിക്ക് മുന്നേറണം, ഇനി എനിക്ക് ചെയ്യണം എന്നിങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളോട് പറയാനൊന്നേ ഉള്ളൂ, നമ്മളിപ്പോൾ ഈ ജൂറികളൊക്കെ ഉണ്ട്, പല ഫാക്ടേഴ്സും പരിശോധിച്ചായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതാണ് അൾട്ടിമേറ്റ് എന്ന് കുട്ടികൾ വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ഇപ്പം നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ വേറൊരു വേദിയിൽ നിങ്ങൾ ഗംഭീരമായി നിങ്ങൾ വിജയിക്കും. ഇവിടെ വിജയിക്കുന്നവർ വേറൊരു വേദിയിൽ നിങ്ങൾ ഗംഭീരമായി പരാജയപ്പെടുകയും ചെയ്യും. സക്സസ്സും ഫെയിലറും ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആർക്കും എപ്പോഴും സക്സസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കില്ല, ആരും എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടും ഇരിക്കില്ല. ഇത് രണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് ഈ വേദിയിൽ ഈ ഒരു കണ്ടസ്റ്റൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ നേടിയ ലൈഫ് എക്സ്പീരിയൻസ്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ ഒരു മത്സരം കഴിയുമ്പോൾ ആ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഈ ഒരു വേദിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സക്സസ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. പോകരുത്, ഇവിടെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യണം. ബിക്കോസ് നമ്മുടെ എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ വേണമല്ലോ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ ഒരിക്കൽ കൂടി ജഡ്ജസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേഹ സക്സേന, ഷിയാസ് കരീം, കിടിലം ഫിറോസ്, രഞ്ജിനി മേനോൻ, അഭിഷേക് ജയ്ദീപ് ആൻഡ് രമ്യ നിഖിൽ. അവരോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഒരു വ്യക്തിനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു
ഈ ഒരു അവസരം എത്ര പേർക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഈ വ്യക്തിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ദ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ഈ ഒരു ചാനലിൻ്റെ ദ ക്യാപ്റ്റൻ, മൈ ഹസ്ബൻഡ്, മൈ ബെറ്റർ ഹാഫ്, ദ ഫൗണ്ടർ ഓഫ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്, മിസ്റ്റർ ഷാൽബിൻ വിനയൻ. എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്തോളൂ. യെസ്, ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം.